ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കണ്ടിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുകളിലായി. വേറൊന്നുമല്ല, ഒരു എന്താ പറയുക, ഞാൻ ജീവിതത്തിൽ ഒന്ന് സ്റ്റക്കായിപ്പോയ ദിവസങ്ങളായിരുന്നു അത്. സ്റ്റക്കായതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യണം, എന്താണ് ഇനി എങ്ങോട്ടാണ് എന്നറിയാൻ വയ്യാത്തൊരു ഘട്ടത്തിൽ നിൽക്കുമായിരുന്നു. ഇപ്പം ചിരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നു. അന്ന് ഭയങ്കര ശോചനീയ അവസ്ഥയായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. ചില സങ്കടങ്ങൾ നമ്മൾ നമ്മളതായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാ സങ്കടങ്ങളും നമുക്ക് എല്ലാവരോടും പങ്കുവെക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സങ്കടത്തിലായിരുന്നു ഞാൻ. ആ സങ്കടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മമ്മ മരിച്ചുപോയി. അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. എനിക്കതൊന്ന് പെട്ടെന്ന് അന്ന് ഇതായിട്ട് റിക്കവർ ചെയ്ത് വരാനായിട്ട് സമയം ഒരുപാട് എടുക്കേണ്ടി വന്നു. ഒന്ന്, അമ്മമ്മ മരിച്ചുപോയ സങ്കടം. രണ്ട്, ഇനി എന്താണ് എന്നുള്ള ഒരു ശൂന്യത. നമ്മൾ ഒന്നും അറിയാത്ത, ഒരു എന്താ പറയുക, വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തൊരു സ്ഥലത്ത് വന്ന് ഒറ്റയ്ക്ക് വന്ന് പെട്ടിട്ട് സഹായിക്കാൻ ആരും ഇല്ലാതെ നമ്മൾ തനിച്ചായി പോകുന്ന സമയമുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് എന്താ പറയുക, അത് ഒരാളോട് നമ്മൾ എത്ര പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയാലും അത് നമ്മുടെ ആ വേദനയുടെ തീവ്രത അത്രത്തോളം അവർക്ക് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ അവരത് വെറും ഒരു കാഴ്ച കാണുന്ന കണക്ക്, അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുന്ന കണക്ക് അത് കേട്ടുകൊണ്ടിരിക്കും. ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളയും. ആ ഒരു സിറ്റുവേഷനായിരുന്നു. എന്തായാലും ആ ഒരു അവസ്ഥയെ തരണം ചെയ്തു. ഞാൻ പുതിയൊരു ഫാമിലിയിൽ വന്നു. 4 ദിവസമായി. ഈ 4 ദിവസമായിട്ട് എന്നാ വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് സെറ്റാവുന്നുണ്ടോ. ഇവിടെയും ഒരമ്മാമയാണുള്ളത്. എനിക്ക് ഈ ജോലി കിട്ടിയത് ഒരു ദൈവ നിയോഗം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളിക്കാരൻ്റെ വീഡിയോ കാണുന്ന കേട്ടോ, അതുകൊണ്ട് ഞാൻ പേര് പറയണില്ല. അപ്പോഴും പുള്ളിക്കാരനോട് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഞാൻ ഷെയർ ചെയ്യും. അപ്പോഴിങ്ങനെ ജോലി നഷ്ടപ്പെട്ടു ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാഴ്ചയോളം ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോയി. പക്ഷേ എങ്കിലും എൻ്റെ മൈൻഡ് അവിടെ ഒന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. ഇനി എന്താണ് എന്നുള്ളൊരു ഇതിലായിരുന്നു. അതിനും ഇതിന് തൊട്ട് മുന്നേരത്തെ ശനിയാഴ്ച രാത്രി ഞാൻ നല്ല രീതിയിൽ വൊമിറ്റ് ചെയ്തു. എൻ്റെ നല്ല ബോഡി ഷിവറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഭ്രാന്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ എൻ്റെ കൂടെ അപ്പാർട്ട്മെൻറ്റിൽ കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഒരാളൊന്ന് എഴുന്നേറ്റ് വന്ന് എന്താണ് എന്ന് ചോദിക്കാൻ പോലും ഒരു വ്യക്തിയെ ഞാൻ കണ്ടില്ല. ഞാൻ പതുക്കെ മുഖമൊക്കെ കഴുകി തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറേ പേര് എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇന്നലെ ടോയ്ലറ്റിൽ പോയി വൊമിറ്റ് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോഴും ഞാൻ വൊമിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കും എന്നൊന്നും നിങ്ങൾക്ക് തോന്നിയില്ല. ഇപ്പം നേരം എടുത്തു ഇത്രയും സമയമായപ്പോഴാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നത്. ഞാനൊന്നും വേറൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് തന്ന ഏജൻസികളുടെ നമ്പറും മേടിച്ചിട്ട് ഞാൻ ഇറങ്ങി. അങ്ങനെ അന്വേഷിച്ച് ഒരു ഏജൻസിയിൽ ചെന്നു. എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ട് സ്കാൻ ചെയ്തു, വിസ സ്കാൻ ചെയ്തു. ആ ടൈമിൽ ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് കാര്യത്തിന് മുമ്പോട്ടിറങ്ങിയാലും ദൈവം എനിക്ക് അവിടെ ഒരു പ്രതിസന്ധി എൻ്റെ മുമ്പിൽ വെക്കും. പക്ഷേ ഞാൻ അവിടെ കുറച്ച് നേരം തളർന്നിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എനിക്ക് വേറെ ആരും ഈ ലോകത്തില്ല എന്നെനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം കരയും, ഇനി എന്ത് എന്ന് ചിന്തിക്കും. പക്ഷെ പിന്നെ ഞാനങ്ങ് എഴുന്നേൽക്കും. കാരണം ഈ ഒരവസ്ഥ എനിക്ക് കൊണ്ട് തന്നത് ദൈവമാണ്. ആ ദൈവത്തിനറിയാം ഇനി അങ്ങോട്ട് ഞാൻ എങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഏജൻസിയിൽ ചെന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഇത്ര നാളായി, എൻ്റെ എംപ്ലോയർക്ക് ഇതാണ് സംഭവിച്ചത്, എനിക്ക് ജോലി വേണം. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസിക്ക് ഒരു കോള് വരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കെയർ ഗീവറെ വേണം. അങ്ങനെ
ഫോണിൻ്റെ റിസീവർ എൻ്റെ തന്നിട്ട് പറഞ്ഞു, താൻ സംസാരിക്കും, ഒരു എംപ്ലോയറിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. ഞാൻ ശലവും നമ്മുടെ ഇവിടുത്തെ രീതിയിൽ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. എൻ്റെ പേര് പറഞ്ഞു, എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓക്കെ നിനക്ക് എൻ്റെ അമ്മയെ വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരാം. അഡ്രസ്സ് തന്നു. അങ്ങനെ ബസ് പിടിച്ച് ഞാൻ ഇവിടെ അമ്മേനെ കാണാൻ വന്നു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യ കാലത്ത് തന്നെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അമ്മേനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് 5 മണിക്ക് എന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. എന്നാ പറയാം, നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രതിസന്ധി, ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു പ്രശ്നം, കഠോരമായ നമ്മുടെ മനസ്സിനെ തകർത്ത് കളയുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരിക്കലും നമ്മളവിടെ വീണു പോകരുത്. നമ്മൾ വീണാലും ഒന്ന് എഴുന്നേൽക്കണം. വീഴുന്ന അതേ ബലം നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നവ മാത്രമേ ഉയർച്ച കണ്ടിട്ടുള്ളൂ. വീടിനടുത്ത് നിന്ന് അവിടെ കിടക്കുന്നവൻ എന്നും അവൻ്റെ താഴ്ച, അവൻ്റെ പോരായ്മ, അവൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ കാണൂ. അപ്പോൾ വീടിനടുത്ത് നിന്നും എഴുന്നേൽക്കാൻ എനിക്ക് ധൈര്യം തന്ന എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. കാരണം ഈ ഒന്നും അറിയാത്ത ഈ നാട്ടിൽ എനിക്ക് ആകെയുള്ള സപ്പോർട്ട് എന്നെ എന്താ പറയുക, ഒരു കൂടപ്പിറപ്പിനെ പോലെ, അങ്ങനെ പറയണ്ട, ഒരു നല്ലൊരു ഫ്രണ്ടിനെ പോലെ എന്നെ കൊണ്ടു നടക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ വീഴ്ചയിൽ, എൻ്റെ സങ്കടത്തിൽ എന്നോടൊപ്പം കരയുന്ന, സാരമില്ലടേ നിനക്ക് പറ്റും, നീ മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് കരുതി എനിക്ക് പ്രഷർ തന്നി എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ ഈ വീഡിയോ കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന, ഒന്നും പറ്റത്തില്ല, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല, ഞാൻ ഇത്രയും വീഴ്ച എനിക്ക് വന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ വ്യൂസ് കുറഞ്ഞു, സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു, വാച്ചവേഴ്സ് കുറഞ്ഞു, എല്ലാം കുറഞ്ഞു. ഞാൻ പറയും ഇനി എല്ലാ ദിവസവും വീഡിയോ ചെയ്യാമെന്ന് പറയും. പക്ഷേ എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. എങ്കിലും ഈ സാഹചര്യങ്ങളൊക്കെ തട്ടി മാറ്റി ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം എനിക്ക് പോയേ പറ്റും. എൻ്റെ ആദ്യത്തെ വീഡിയോ മുന്നിൽ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും എൻ്റെ അവസ്ഥ എന്താണ്, എവിടെ നിന്ന് തുടങ്ങി ഞാനിപ്പോൾ എവിടെ നിൽക്കുകയാണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോഴും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.